ഹായ് ഗായ്സ്, എല്ലാവർക്കും നവി ഗെയിംസിൻ്റെ മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. സോ ഗൈസ്, ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന മൈൻക്രാഫ്റ്റ് ആണ് ഗൈസ്. മൈൻക്രാഫ്റ്റ് ആർടെക്സ് പാർട്ട് 8. സോ ഗൈസ്, നിങ്ങളെൻ്റെ കൂടെ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. സോ ഇന്ന് ഒരു വീഡിയോയിലേക്ക് കിടക്കാം ഗൈസ്. എൻ്റെ അക്കൗണ്ട് എനിക്ക് എന്താണ് ഒന്നാമെന്നറിയാമില്ല, അക്കൗണ്ട് ഇതായിപ്പോയി, ഒന്ന് ക്രാഷ് ആയിപ്പോയി. അപ്പോൾ രണ്ടാമത് ഞാൻ ഇപ്പോൾ ഒന്നും കൂടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതാണ്. അതാണ് ഇപ്പോൾ ഇൻട്രോയിൽ തന്നെ നിങ്ങൾ അവിടെ വെച്ച് കണ്ടത്. ഇന്നലെ നമ്മൾ ലഷ് കേവ് ഫുൾ എക്സ്പ്ലോർ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ആ കേവിലായിട്ട് ഒത്തിരി മോബ്സ് ഉണ്ട്. പക്ഷേ അതിനെയൊക്കെ തോപ്പിക്കണമെങ്കിൽ നമുക്ക് നല്ലൊരു സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ വേണം. കാരണം അവിടെ ഗോൾഡ് ആർമർ ഇട്ട മറ്റേ സ്കെൽറ്റൻ നിൽപ്പുണ്ട്. നമുക്കാണെങ്കിൽ സ്റ്റോൺ ആക്സും ഓക്കെ. അപ്പോഴത്തേക്കും നമ്മൾക്ക് ഇന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ട് ഓക്കെ എൻ്റെ സ്റ്റോറേജ് ഏരിയ ഇത്ര ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പം ചെയ്യാൻ പോകുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഈ ഉള്ള സ്റ്റിക്ക് എടുത്ത് ഈ ഒരു മാഗ്മ ഇവിടെ ഇരിക്കട്ടെ, ഒരു ബ്ലാങ്ക്സും കൈപ്പടിച്ച് 15 ഗോളും എടുത്ത് ഈ ഒരു ബ്ലാങ്ക്സ് എടുക്കണ്ട. ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ക്ലിക്ക് ചെയ്ത് ഒരു 4-7 സ്റ്റിക്ക് ഉണ്ടാക്കി ഒരു ആക്സും ഒരു പിക്ക് ആക്സും തന്നെ ആദ്യം ക്രാഫ്റ്റ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഒരു 12 ടോർച്ച്, 31 ആയിട്ടുണ്ട്. ഇത് വെക്കാൻ പറ്റേ ഗൈസ്. ഇഷ്ടം പോലെ ടോർച്ച് ഉണ്ടാക്കണം. കാരണം ഇഷ്ടം പോലെ ടോർച്ച് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ പണി പിന്നെയും കിട്ടും. 16 കൂടെ കിടക്കണ്ട. 43 ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത്ര മതി ഗൈസ് എന്നുള്ളൊരു വിശ്വാസം ഇപ്പോൾ ഉണ്ട്. നിങ്ങൾ എൻ്റെ വീട്ടിൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ഞാനിപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഈ പിക്കാക്സ് ഞാൻ 2 ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സന്ധ്യയാണ്, പോയി കിടന്ന് ഉറങ്ങാം ഗൈസ്. എൻ്റെ പൊന്നു, ഒരു പ്രഷർ പ്ലേറ്റ് വെക്കണ വരെ ഇങ്ങനെ പോകണം. ഇപ്പോൾ സോംബീസ് ഒന്നും സ്പോൺ കാണാൻ സാധ്യതയില്ല. ഈ നാക്സൊക്കെ എടുത്തതിൻ്റെ പരിപാടി എന്തിനാന്ന് വെച്ചാൽ, എന്തായാലും ഏറ്റവും കൂടുതൽ ആവശ്യം വരാൻ പോകുന്നത് പിക്കാക്സാണ്. എനിക്കൊരു കാര്യം ചെയ്യാം, ആക്സ് എനിക്ക് അല്ല വേണ്ട, കിടക്കട്ടെ. അയ്യോ, എൻ്റെ കയ്യിൽ ആക്സ് ഇപ്പം തന്നെ കുറേ ഉണ്ട്. ഞാൻ ഈ 2 ആക്സ് എടുത്തോളാം തൽക്കാലത്തേക്ക്. ഇപ്പോൾ എനിക്ക് 2 ആക്സ് മതി. ഈ ആക്സ് ഇവിടെ ഇരിക്കണ്ട, ഇതിൽ തന്നെ സ്ഥലമില്ലല്ലോ. ഒരു ആപ്പിളും അല്ല വേണ്ട, ഈ ഒരു മെലൺ ഇരിക്കണ്ട. 5 എണ്ണമെങ്കിലും ഉണ്ട്. ഇനി നമുക്ക് പിസ്റ്റനൊക്കെ ഉണ്ടാക്കണം. ഈ ഒരു സീരീസിൽ തന്നെ പിസ്റ്റൺ ഉണ്ടാക്കണം. അത് അങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ സെറ്റിങ്ങിൽ ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നമ്മുടെ ഗോൾഡ് ഫാം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഗോൾഡ് ഫാം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് പിസ്റ്റൺ വേണം, 88 ഒബ്സിഡിയൻ വേണം. സൺഫ്ലവർ ഇല്ലായാലും കുഴപ്പമില്ല. അതിനുള്ള കാരണം നമ്മൾ ആ ഒരു ഓപ്ഷൻ മറ്റേ പോർട്ടൽ 88 ബ്ലോക്കിൻ്റെ പോർട്ടൽ ഉണ്ടാക്കിയിട്ട് ഓക്കെ ഞാൻ ഫുൾ എക്സ്പ്ലോറേഷൻ ചെയ്യും കേട്ടോ. ഇവിടെ നിന്ന് ഈ പാത്തുണ്ടാക്കി വെച്ചേക്കാം. അല്ലെങ്കിൽ എല്ലാ ദിവസവും ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ വരേണ്ടി വരും. എനിക്കും കൂടെ കുറച്ച് എളുപ്പം. അയ്യോ, ഇപ്പം ഞാൻ പോണ ഇവിടെ നിന്ന് സോംബീസും കാര്യങ്ങളൊന്നും സ്പോൺ ആവത്തില്ലെന്നാണ് വേറെ വിശ്വാസം. ഞാൻ കുളമാക്കി വെച്ച് ഞാൻ കുളമൊക്കെ വെച്ചെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്.
ഇത് കുളമാക്കി. അതൊക്കെ പോടാ, വീട് തിരിച്ചു പോകണമെങ്കിലും ഇങ്ങനെയെങ്കിലും തിരിച്ചു പോകല്ല. അതെ ബസ്, ഇന്നലത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പാർക്കറൊക്കെ ചെയ്തിട്ടാണ് ഡാമേജ് അടിക്കിയത്. പാർക്കറൊക്കെ ചെയ്താൽ വന്ന അയ്യോ പോലെ നിലത്ത് പോകത്തെന്ന് വെച്ചാൽ അവിടെ നമ്മുടെ എല്ലാം കടപ്പുണ്ട്. അത് ഞാൻ ഫുള്ള് ഒരിടത്തും പോലെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. ഇല്ലെങ്കിൽ ആ താഴത്തോട്ട് പോകാൻ കഴിച്ചായിരിക്കും ഒന്നും കൂടെ. ഇവിടെ ഒരു ടോർച്ച് ഇരിക്കുന്നതല്ല, ഇവിടെയൊക്കെ ഭയങ്കര ഇട്ടാണ് ഗൈസ്. ഈ വൈനൊക്കെ ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് പണി കിട്ടുമല്ലോ ഗൈസ്. ഈ ഒരിടത്ത് എല്ലായിടത്തും ഇങ്ങനെ സൈഡിൽ കൂടെ പോകാൻ വളരെ സാധ്യതയുണ്ട്. ഓക്കെ, ഈ വഴിയിൽ എല്ലായിടത്തും അങ്ങനെ റീച്ചൊന്നാവുന്നില്ല. ഇവിടെ അല്ല ഗൈസ് വെക്കേണ്ടത്, ഇനി വെക്കേണ്ടത് ഇവിടെയാണ്. എല്ലായിടത്തും നല്ല ഇരുട്ടാണ്. ഈ അരികിൽ ഇവിടെ കുറേ അയണിരിപ്പുണ്ട്. ഇതൊക്കെ ഇസ്ക. ഈ അയണെല്ലാം എടുത്തുകൊണ്ട് പോയിട്ട് ഇപ്പം എൻ്റെ വീട്ടിൽ കുറേ അയൺ കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ചെസ്റ്റ് പ്ലേറ്റൊക്കെ റീക്രിയേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് കുറച്ചും കൂടെ യൂസ് ആയിരിക്കും. ലഷ് കേവ് ഫുൾ എക്സ്പ്ലോർ ചെയ്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുള്ളൂ. പ്രത്യേകിച്ച് ഡയമണ്ടാണ് എനിക്ക് ലഷ് കേവിൽ ഏറ്റവും കൂടുതലും വേണ്ട ഒരു സാധനം. ഓരോ ഡയമണ്ടിന് വേണ്ടി തന്നെയാണ് ഞാനിങ്ങനെ ഇത് ഇങ്ങനെ പോകുന്നത്. ഈ ഒരു പാത്തിൽ ഒരെണ്ണം വെച്ചാണ് നമ്മൾ പോകുന്ന വഴിയെന്ന് പറയുമ്പോഴത്തേക്കും ഈ അടിയിലെ വഴിയിലൊക്കെ ഈ ഒരു ടോർച്ച് വെച്ചാൽ ഇവിടെയൊക്കെ ഒന്നുപോലെ സ്പോൺ ആവില്ല. ഒരു മൂവ് പോലും പെട്ടെന്ന് അങ്ങനെ സ്പോൺ ആവത്തൊന്നുമില്ല. ഇതാ ഇവിടെ ഒരു ടോർച്ച് ഡാർക്കഡായിട്ടുള്ള എല്ലാ ടോർച്ചിലും വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ എന്നെ ഡാർക്കല്ലേ. ഇത് വെള്ളത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇവിടെയും കൂടെ ഒരു ടോർച്ച് വെച്ചാൽ മതി. എൻ്റെ വഴി അവിടെ ചെയ്യുന്നു. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു വന്നേ. ഈ പാത്തുണ്ടാക്കിയത് നേരത്തെ ഇവിടെയൊക്കെ ഭയങ്കര ഇട്ടായത് കാരണം എനിക്ക് പോകാൻ. ഇവിടെ കൂടെ പാട്ടൊക്കെ കേൾക്കാൻ പറ്റില്ല. നല്ല സിസ്റ്റം ഉണ്ട് കേട്ടോ വൈസ്. ഞാൻ ഒരു കേവായിരിക്കും. ആ ഒരു ടോർച്ച് ഓക്കെ, ഇത് കേവല്ല. പക്ഷെ അവിടെ ഒരു റിവീനാണോ കേവാണോ എന്നോണ്ട് അവിടെ ഉണ്ട്. നമുക്ക് വിഷയമില്ല. നമുക്കിപ്പോൾ നേരെ മേളിൽ കയറണമെങ്കിലേ ഇത്തിരി റിസ്ക് ഉള്ള പരിപാടിയൊക്കെ തന്നെയാണ്. അവിടെ എന്നാണ്ട് ഉണ്ട് വയസ്സ് മോൾ. അതായിട്ട് എന്തോ ഉണ്ട്, ഞാൻ കണ്ട്. കേവൊക്കെ ആണെന്ന് പറഞ്ഞാൽ ഈ ഒരു ഒച്ചയാണ് എനിക്ക് കേവിൽ ഇഷ്ടമില്ല. പേടിക്കുന്ന രീതിയിലൊന്നുമല്ല വയസ്സ്, ഭയങ്കര ഇതാണ്. ശരി ഗൈസ്,
ഇതാണ് വേറൊരു ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ടാണ് ഞാൻ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനുണ്ടായിരുന്നത്. ഇതൊക്കെ എന്ത് കഷ്ടമാണ് ഗൈസ് പോകാനായിട്ട്. അയ്യോ കണ്ടില്ലേ ഞാൻ അവനെ. ക്രീപ്പറിനൊക്കെ ഞാൻ പിന്നെ ബോട്ട് എന്നെ ഫുഡ് കഴിച്ചിട്ടുന്ന ചുമ്മാ ഒരു കാര്യമാണ് എന്നെ അറ്റാക്ക് ചെയ്യുന്നത്. ഇവിടെ ഒന്നിനും ഞാൻ വെളിച്ചം വെക്കാണ്ടിരിക്കല് പോ. അയ്യോ ഇവിടെ വെടി വെക്കണ്. അയ്യോ എന്നെ കൊല്ലണ്. അയ്യോ പോള പോയില്ല ചാവല്ലി. എന്നെ കൊല്ലാൻ വന്നേക്കുന്ന അവന്മാരിവിടെ തുരിതുര സ്പോണ്. അതിന് വേണ്ടി ഈ ടോർച്ചെല്ലാം കൂടി ഇവിടെയൊക്കെ വെക്കണം, അല്ലെങ്കിൽ എനിക്ക് പണി കിട്ടും. ഇപ്പം തന്നെ എൻ്റെ പകുതി ഓക്കെ. ഇപ്പം ഞാൻ ചാവാറായിട്ടുണ്ട്. എൻ്റെ ഇനി ഫുഡില്ല, ഹെൽത്തില്ല, ഒന്നുമില്ല. ഡയമണ്ട് എവിടെ ചെന്നാലും കോപ്പറുണ്ട്. കോപ്പറില്ലാത്തൊരു സ്ഥലമില്ല. ഡയമണ്ടെങ്കിലും ഒന്ന് താടേ. ഡയമണ്ട് തന്നെ ഈ ഒരു വേൾഡിലൊന്നും ഒന്നും സ്പോൺ ആവില്ല. ഈ ലാസ്റ്റ് ഉണ്ടല്ലോ പിന്നെ എന്നാ ഡയമണ്ടിന്. അയ്യോ എൻ്റെ ഫുഡില്ല ഒന്നുമില്ല. ഞാൻ ചാവും ഗൈസ്. അപ്പോൾ വീട്ടിൽ പോകുന്നതാണ് സേഫ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. ഞാൻ വീട്ടിൽ പോയിട്ട് അയ്യോ ക്രീപ്പർ ഇവിടെ വെച്ചാൽ ചത്ത് ഫുഡ് എടുക്ക് ആക്സ് എടുക്ക്. ഞാൻ ടേബിൾ മൈൻഡ് ചെയ്യില്ല. ഇല്ല ഞാൻ നൈറ്റ് സർവൈവ് ചെയ്യുന്നില്ല. എനിക്ക് വെപ്പൺസ് വേണം. അയ്യോ നൈറ്റാണ് അവിടെ വെപ്പൺസ് ആൻഡ് ഐറ്റംസ്. എനിക്ക് റീസ്പോൺ ആവണ്ട. എൻ്റെ ഷീൽഡ് കുഴപ്പം. എനിക്ക് എൻ്റെ അയണാണ് കഴിച്ച വിഷയം. എനിക്ക് അയം വേണം. അയൺ എൻ്റെ ഗോൾഡ് അവിടെ എന്നടി കാണിക്കുന്നത്. ഞാൻ പെട്ട് പൊട്ടാറായിരിക്കും ആക്സ് എടുത്തോണ്ട് വന്നേക്കുന്നത്. എനിക്ക് ഉപയോഗമില്ല. എനിക്കെൻ്റെ ആ 2 പിക്കാക്സ് എനിക്കൊരു ചെസ്റ്റ് ഉണ്ടാക്കി വെക്കണം. ഇനി ഇത് മൈനിങ് ഏരിയ ഒരു ചെസ്റ്റ് ഉണ്ടാക്കി വെക്കണം. ഓക്കെ ഇനി ഞാൻ പോകുന്ന സമയം 3, 2, 1 go.
ആദ്യം ആ ഭാഗത്താണ് ഐറ്റംസ് ഒന്നും പോയിരുന്ന കൊള്ളാം. വലിയ കുറേ ഐറ്റംസ് കിട്ടിയിട്ടുണ്ടല്ലോ. ഞാൻ ഓർഡർ എൻ്റെ ആക്സ് റീസ്പോണായി. കുറച്ച് നേരമായി. ഓക്കെ, ഇനി എല്ലാം ഇപ്പോൾ തൽക്കാലത്തേക്ക് 2 ആർമർ എടുത്തേക്ക്. പൊട്ടാറായിട്ടുള്ള ആർമർ സീനില്ല. ഇതെല്ലാം പൊട്ടാറായല്ല. എൻ്റെ ആക്സ് എല്ലാം പണി കിട്ടി ഗൈസ്. നല്ല വിക്കേക്സൊക്കെയാണ് പോയത്. ഷൂ ഉള്ളത് വെച്ചിട്ട് ഞാൻ കുറേ ബ്ലോക്ക് ഉണ്ടാക്കാൻ പോയി. അങ്ങനെയെങ്കിലും കുറച്ച് സ്റ്റോറേജ് കുറയ്ക്കാൻ പറ്റുമല്ലോ. ഇതന്നെ പരിപാടിയാ. ഇവിടെയൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല ഗൈസ്. പക്ഷെ എനിക്ക് ഗോളൊന്നും കിട്ടിയില്ല. ഗോൾഡെന്ന് ഞാൻ ഇവിടെ ഫുള്ള് വിളിച്ചിടാം. ഇവിടെ വേറെ അടുത്ത് ഇവിടെ ഇല്ല. അയ്യോ, കിട്ടുന്ന ഇതിലുള്ള എല്ലാ അയണും ഞാൻ ഇപ്പം എടുത്തോണ്ട് പോകും ഗൈസ്. കാരണം എനിക്ക് ആർമർ ഉണ്ടാക്കാൻ കുറച്ച് അയൺ വേണം. ഒരു കേവും ഉണ്ട്, അതിൻ്റെ ഒരു ഒച്ചയും ഉണ്ട്. ഈ ഹൈറ്റിൽ അവന്മാർ സ്പോൺ ആവത്തില്ല. ദേവനെ കണ്ട് സ്ലൈമേ എന്നാടാ? എന്താണ് സ്ലൈമേ എന്നെ അറ്റാക്ക്? പേടിയാണോ? പേടിയാണ്. Come on, slime. റീച്ച് ആവുന്നില്ല. ഇത്തവണ ഞാൻ ഇന്ന് അടിച്ചു കൊല്ലിപ്പോളാ. അവന്മാർക്ക് വന്നിട്ട് കുറേ XP എടുത്തിട്ടുണ്ട്. അവന്മാർക്ക് വന്നിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല. അല്ലേലും
പിന്നെ ഞാൻ അധികം സീനാപ്പിക്കാൻ ഞാൻ അവിടെ ഒരു ആ എൻഡർമാൻ അയ്യോ പോയി ആ എൻഡർമാൻ ഉണ്ടായിരുന്നിട്ട് അയ്യോ പോയി കഷ്ടമാണ് ഗൈസ്. ഞാൻ ഈ ഇവിടെ എപ്പം മൈൻഡ് ചെയ്യാൻ പറ്റില്ല, എനിക്കൊരു ഡയമണ്ട് കിട്ടത്തില്ല ഗൈസ്. സാധാരണ ഈ യൂട്യൂബിലുള്ള എല്ലാ പ്ലേയേഴ്സിനെയും ഡയമണ്ടൊക്കെ കിട്ടാറുണ്ടാണ്, പക്ഷെ ഞാൻ അങ്ങനെ ഫേക്കിംഗ് ഒന്നും കാണിക്കത്തില്ല ഗൈസ്. ഇതെല്ലാം 100% റിയലാണ് ഗൈസ്. കാരണം ഇതുവരെ ഞാൻ ഒന്നിലും ക്രിയേറ്റീവ് എടുത്ത് കളിച്ചിട്ടില്ല. ഡയമണ്ട് കിട്ടിയില്ലെങ്കിലും നേടിയെടുത്തതിലും എനിക്ക് അഭിമാനമുണ്ട്. വാട്ട്, ഇവിടെ ആരെങ്കിലും കളിച്ചിട്ടുണ്ട് ഇനി? വാട്ട്, ഞാൻ ഈ ഇതെന്തൊരു കട്ടമാണ് ഗൈസ്. ഒരാളെ കൊല്ലുമ്പോൾ മറ്റേ ആൾ ഇറങ്ങി വന്നു. ഫുഡൊന്നും ഇരിപ്പില്ല. അപ്പം ഞാൻ പാർക്കൂറൊക്കെ നൈസായിട്ട് ചെയ്ത് ഇങ്ങനെ അങ്ങ് പോവാം. സ്ലൈമേ തള്ളി താഴ്ത്തിനോട് എനിക്ക്. അവൻ താഴെ പുതിയ ആക്സിലോട്ട് അവൻ താഴെ പോയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ താഴത്തോട്ടാണ് ഇപ്പോൾ നോക്കാനുള്ളത്. പേടിത്തൂറിയൊന്നും അല്ല പ്രശ്നം, ഇവിടെയുള്ള സ്ലൈമാണെന്ന് തോന്നുന്നു. ഇങ്ങനെ കയറി വന്നത് ഒരു ഡയമണ്ട് മതിയുടെ. എൻ്റെ മൂന്ന് സ്ഥലം ഉണ്ടല്ലോ. 1 2 3 4. ഇത് ലഷ്കേവിൻ്റെ ഏത് ഭാഗമാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇവിടെ നല്ല നീറ്റാന്ന് തോന്നുന്നു. ഇവിടെ ഈ ഒരു ഭാഗത്ത് എൻ്റെ ആകത്തില്ല ഗൈസ്. അയ്യോ മറ്റന്മാരാ ഉറ. മച്ചന്മാരിങ്ങ വന്നിട്ടില്ല. ഇങ്ങോട്ട് എന്തായാലും ഇവിടെ ആരെങ്കിലും അങ്ങനെ കയറുമെങ്കിൽ ആ ഒരു ഫ്രണ്ട് ഭാഗത്തുനിന്ന് മാത്രമേ വരത്തുള്ളൂ. ഇപ്പം ഞാൻ ഈ ലഷ് ഗെയിമിൽ ഒത്തിരി അയൺ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഓൺലി അയൺ, നോ ഗോൾഡ്. ഗോൾഡൊക്കെ എടുത്തിട്ടുണ്ട്, അത് വേറെ കാര്യം. എടുത്തിട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പം എനിക്ക് 31. ഞാൻ ചെറുതായ കുറച്ച് ചെറിയ ഉജ്ജങ്ങൾ പോലെ ഇരിക്കുന്നു. പക്ഷേ അതിന് മാത്രം നല്ല നീറ്റുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഭാഗം ഇങ്ങനെ അടച്ചു വെച്ചേക്കാം.
പുതിയ സ്ഥലം ഉണ്ടായി നന്നായി. ഇനി എനിക്കിത് കണ്ടിന്യൂസ് ഫുൾ എക്സ്പ്ലോർ ചെയ്യേണ്ട ദിവസം വരും ഗൈസ്. ഇപ്പം എനിക്ക് തൽക്കാലത്തേക്ക് 31 ഈ 2 ചിക്കൻ ഞാൻ കൊണ്ടുവന്നായിരുന്നു. വെളിച്ചം വെച്ച് ഞാൻ ഫുള്ളും ലാപ്പിസാണ് ഗൈസ്. ലാപ്പിസ് ഒന്നും അല്ല, നമുക്ക് റയറായിട്ടുള്ള ഇത് ലാപ്പിസാണ് ഗൈസ്. ഞാൻ പറഞ്ഞില്ല ഗൈസ്, നിങ്ങൾ ചിലരൊക്കെ വിചാരിക്കും ഈ ഒരു ടെക്സ്ചർ പാക്കിൻ്റെ കുഴപ്പമായിരിക്കും ഗൈസ്. അത് കാരണം ഇതിൽ ഈ ഒരു ടെക്സ്ചർ ആയതുകൊണ്ടേ എല്ലാവരും വിചാരിക്കും എനിക്ക് കിട്ടിയൊരു ഡയമണ്ട് ആയിരുന്നു. നിങ്ങൾ ഇതിനു മുമ്പ് ഈ സീഡ് കളിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ഗൈസ്. ഓക്കെ, ടോർച്ച്. അയ്യോ, ഇനിയിപ്പോൾ ഞാൻ അടുത്ത ദിവസം ഒന്ന് എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ ഗൈസ് ഒരു കാര്യം ചെയ്യാം, ഞാനിപ്പോൾ ബാക്കി ഇപ്പം തന്നെ ഞാൻ പോയി എക്സ്പ്ലോർ ചെയ്യും. ഒന്ന് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം ഗൈസ്. ഓക്കെ ഗൈസ്, ഞാൻ എൻ്റെ എല്ലാ ഐറ്റംസും ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതാ ഇങ്ങനെ എടുക്കുക. കുറച്ച് 4 ബ്ലാങ്ക്സ് എടുത്ത് ക്ലിക്ക് ചെയ്ത് ക്രാഫ്റ്റിംഗ് ടേബിളിൽ ക്ലിക്ക് ചെയ്ത് ഓക്കെ 4 മൊത്തം 32 സ്റ്റിക്ക് ഇത്രയുള്ള ഗൈസ്. ഇനി നമുക്ക് ലഷ് കേവ് ചെന്നിട്ട് കാണാം ഗൈസ്. ലഷ് കേവിലെ വെള്ളത്തിൽ ഞാനിതാ ഒഴുകിപ്പോകാൻ നല്ലപോലെ ടയറായിട്ടാണ്. എല്ലായിടത്തും ഒരു ടോർച്ച് വെക്കണം ഗൈസ്. ഒറ്റടുത്ത് പോലും വെക്കാതിരിക്കരുത്. ആ ഒരു മോൺസ്റ്റേഴ്സിനൊന്ന് സ്പോൺ ആക്കിപ്പിക്കരുത്. അമ്മാതിരി രീതിയിൽ ഇവിടെ ടോർച്ചെല്ലാം വെച്ച് ടോർച്ചിൻ്റെ പൂരാക്കിയിടണം. ഒരു ക്രീപ്പർ നല്ല ഒറ്റ മോബ് പോലും ഇവിടെ സ്പോൺ ആകരുത്. ഒരു സ്പോണർ കണ്ടുപിടിക്കാൻ പറ്റിയ അത്ര സന്തോഷം. ഓക്കെ, ഇവിടെ ആൾ വരുന്നുണ്ട്. വഴി പോകണ്ട ഗൈസ്. അതിൽ കാരണം ഞാൻ പിന്നെ പറഞ്ഞുതരാം. കാരണം അവിടെ നിന്ന് വേറെ കുറേ ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട്. ഇവിടെ ഇത്രയും ലൈറ്റിംഗ് ഒക്കെ ചെയ്തുകൊണ്ട് മതി. ഇന്നത്തേക്ക് ഇത്ര എപ്പിസോഡ് മതി ഗൈസ്. ഞാൻ കുറേ നേരം അവിടെ നിന്ന് മൈൻഡ് ചെയ്ത് എൻ്റെ അയൺ സ്മെൽറ്റ് ആകാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇവിടെ വന്ന് ഞാൻ ലാപ്പീസ് കണ്ടു ഗൈസ്. സോ ഇപ്പോഴത്തേക്കും നിങ്ങൾ ഇത്രയും കണ്ടില്ല. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. സോ എല്ലാവർക്കും